പല രക്ഷിതാക്കളും ഇവിടെ നേരിട്ട് വരുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഉസ്താദ് എൻ്റെ മോൻ പറഞ്ഞതനുസരിക്കുന്നില്ല, എൻ്റെ മകൾ പറഞ്ഞതനുസരിക്കുന്നില്ല, അവൾക്ക് തോന്നിയതുപോലെയാണ് അവളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്, വാശിയാണ്, എപ്പോഴും മൊബൈൽ ഫോണിലാണ്, ദീനിൻ്റെ കാര്യങ്ങളോട് പൂർണ്ണമായും പുറംതിരിഞ്ഞുള്ള ജീവിതശൈലിയാണുള്ളത്. എൻ്റെ മോൻ നന്നായി കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തെറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് വക്കത്തിനാണെങ്കിലും നിസ്കരിക്കാൻ പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ വയലൻ്റ് ആവുക. ഉമ്മാക്ക് ഉമ്മാൻ്റെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ എന്നീ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണുള്ളത്. എന്തേ എൻ്റെ മോനിങ്ങനെ ആയിപ്പോയി, ഞാനെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളുടെ ജീവിതശൈലിയെക്കുറിച്ചും മക്കൾ വഴിപിഴച്ചതിനെക്കുറിച്ചൊക്കെയാണ് പലപ്പോഴും പലർക്കും സംസാരിക്കാനുള്ളത്. നമ്മുടെ മക്കളൊക്കെ വഴിപിഴക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് അതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. അപ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നന്നാവുള്ളൂ. അതല്ലാതെ നമ്മൾ കുറേ അതിനെക്കുറിച്ച് പരിതപിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എവിടെയാണ് അവർക്ക് പിഴവ് പറ്റിയത്, എവിടം മുതലാണ് അവരുടെ ട്രാക്ക് തെറ്റിയത് എന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് നല്ലൊരു വഴിയിലേക്ക് ആ മക്കളൊക്കെ എത്തും. നിങ്ങളുടെ മക്കൾ എത്ര ദുഷിച്ച രൂപത്തിലാണെങ്കിലും അവർ നന്നായി കിട്ടും. അതിനെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ചില ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില അമലുകളും പറയുന്നുണ്ട്. ഒരായത്തുണ്ട്, ഒരു ദുആ ഉണ്ട്, ഒരു ഇസ്മുണ്ട്. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി നോക്കൂ. തീർച്ചയായിട്ടും ആ മക്കൾ സൽവഴിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയം നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇതവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ വഴി പിഴക്കുന്നത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു തുടങ്ങുന്നത് വഴി പിഴച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ് ഇതുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും ഗുരുതരമായ വിഷയം. നമ്മുടെ മക്കൾ വഴി പിഴപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ അതിനോട് പൂർണ്ണമായും നമ്മൾ പുറംതിരിഞ്ഞു, നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ അനുസരിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് അവരുടെ ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് അവരുടെ മകളുടെ ഫോട്ടോ കാണിച്ചു തന്നിട്ട്, ഉസ്താദ് ഞങ്ങൾ ധരിച്ച വേഷം കണ്ടില്ലേ, ഞങ്ങളിങ്ങനെ പൂർണ്ണമായിട്ടും കൃത്യമായും ശരീരം മുഴുവൻ ഇസ്ലാം നിഷ്കർഷിച്ച രൂപത്തിലൊക്കെ മറച്ച് ജീവിക്കുമ്പോഴും എൻ്റെ മോള്, ഒന്നിനാത്രം പോന്ന മോള്, പ്രായമായ മോള്, വിവാഹം കഴിക്കേണ്ട പ്രായമെത്തിയ മോള്, അവരുടെ വേഷം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ചോദിച്ചെന്താ വേഷത്തിൽ എന്താ പ്രശ്നം? ഉസ്താദ് അവളുടെ വേഷം പറയാതിരിക്കലാണ്, കാണിക്കാതിരിക്കലാണ് നല്ലത്. അവൾ നമ്മുടെ ഇസ്ലാമിക ചിട്ടയിൽ എന്നതിനൊക്കപ്പുറത്തേക്ക് ഷോർട്സ് ഇട്ട് നടക്കുന്നു, അഴുറത്ത് പുറത്ത് കാണിച്ച് നടക്കുന്നു, ഇവിടെയൊന്നല്ല പഠിക്കുന്നത്, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ വേദനയോടുകൂടെ അവർ പറയുകയുണ്ടായി. അപ്പോൾ ആ മക്കൾ ആ വഴിയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തുടക്കത്തിലൊരു ഘട്ടം കടന്നു പോയിട്ടുണ്ടാകും. ആ കടന്നു പോകുന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ മക്കളെ സൽവഴിയിലേക്ക് കൊണ്ടുവരണം. അതൊരു പക്ഷേ നമ്മൾ ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് സാധാരണയിൽ നിന്നൊന്നും മാറിയിട്ട് അവൾ അന്ന് സെലക്ട് ചെയ്തൊരു ഡ്രസ്സ് ചെറിയ രൂപത്തിൽ ഔറത്തൊക്കെ വെളിവാകുന്നൊരു ഡ്രസ്സായിരുന്നപ്പോൾ നമ്മൾ തടഞ്ഞില്ല. അതൊരു ഡോറായി, ഒരു വാതിലായി. ആ വാതിൽ ഓപ്പൺ ചെയ്തതോടുകൂടെ അടുത്ത പ്രാവശ്യം ഡ്രസ്സ് എടുത്തപ്പോൾ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് എടുത്തു. അപ്പോൾ അഴുറത്തൊന്നും കൂടെ വെളിവാകാൻ തുടങ്ങി. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഈ രൂപത്തിലേക്ക് എത്തിയതാണ് എന്നേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാവൂ. ഒറ്റയടിക്ക് അവൾ അങ്ങനെ ആയതല്ല. നമുക്കതിൽ പങ്കില്ല. എൻ്റെ മോൾ അങ്ങനെയായി എന്ന് പരിതപിക്കുന്നതിൽ അർത്ഥമില്ല.
നമുക്കതിൽ പങ്കില്ല, അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയൂല എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോൾ തുടക്കം, അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഉണ്ടാവും. ആ തുടക്കം നമ്മൾ അതിൻ്റെ മുളയിലെ അത് നുള്ളിയിടാൻ വേണ്ടി ശ്രമിക്കണമായിരുന്നു. ഇൻഷാ അല്ലാഹ് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരൊറ്റ ഹദീസ് വായിച്ച് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി ഇത് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളിതൊന്ന് നോക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത് തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേറെയും ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അയിമത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അറബി വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കി, ശരിക്ക് കേൾക്കി. കാരണം ഇത് നബിതങ്ങളുടെ ഒരു ഹദീസും കൂടെയാണ്. അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബാക്കൾ അതങ്ങനെ പഠിച്ചല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരുമ്പോൾ നിങ്ങളും ഇത് ഇതേപോലെ പഠിക്കണം കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ. നിങ്ങൾ 3 കാര്യങ്ങളെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം. സന്താനങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, നല്ല സംസ്കാരമുള്ളവരാക്കി എടുക്കണം നിങ്ങളുടെ മക്കളെ. അതിൽ ആ 3 കാര്യങ്ങളിൽ ഒന്നാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹുബ്ബി നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ നബിയെ, പ്രവാചകരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ മക്കളെ നമ്മൾ ഈ വഴിയിലാണോ വളർത്തിയിട്ടുള്ളത് എന്നുള്ളത്. രണ്ടാമത്തെ നോക്കൂ, ഹുബ്ബി നബിയിക്കും വഹുബ്ബി ആലി ബൈത്തിഹി അഹ്ലി ബൈത്തിഹി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളെ ഹുബ്ബ് വെക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കാനും പഠിപ്പിക്കണം എന്ന് പറയുന്നു. മറ്റൊന്ന് ഖിറാഅത്തിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ പ്രേരിപ്പിക്കണം. അതെന്തിനാ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്തിനാ? നോക്കൂ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ഖുർആനിനെ വഹിക്കുന്നവർ അവർ ഫി ലില്ലില്ല, അള്ളാഹുവിൻ്റെ ലില്ലിലാണ്, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിലായിരിക്കും. കണ്ടോ, ആരോടൊപ്പം? അമ്പിയാക്കളോടൊപ്പം, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരോടൊപ്പം, വിശുദ്ധ ഖുർആനിനെ ഹംൽ ചെയ്യുന്നവർ. അപ്പം 3 കാര്യങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. 3 കാര്യം, അതാണ് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ വഴിപിഴക്കില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ആശയമായിട്ട് മനസ്സിലാക്കാം. കാരണം ഈ അദബ് പഠിപ്പിക്കുന്ന അവർക്ക് നല്ല അദബുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. നിബിതങ്ങളാ പറയുന്നത് നിങ്ങൾ അദബ് പഠിപ്പിക്കുവിൻ എന്ന്, അല്ലേ? അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർ അദബുള്ളവരായി മാറുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് നല്ല അദബുള്ളവരായി തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അവർ നല്ല കൾച്ചറാവും. അദബ് എന്ന് പറഞ്ഞാൽ കൾച്ചർ എന്നാണ്, നല്ല കൾച്ചറിലേക്ക് അവരെത്തും. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിനെ നമ്മൾ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇപ്പോൾ ഈ പരാതി പറയുന്ന മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ വേണ്ട രൂപത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. 21 വയസ്സിൽ 22 വയസ്സിലൊന്നും പറഞ്ഞാൽ കേൾക്കൂല. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതു സമയത്താണ് കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളത്. ഈ സമയത്ത് അവർ പറഞ്ഞാൽ അതിനെക്കുറിച്ച് കേൾക്കുകയോ മനസ്സിലാക്കുകയോ അവർ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടാവുകയോ ചെയ്യൂല. അതുകൊണ്ട് ഏതു സമയത്താണ് നമ്മൾ അവരെ ബോധിപ്പിക്കേണ്ടത് ആ സമയത്ത് ബോധിപ്പിച്ച് അത് ഒരു ഫോളോ അപ്പ് ഇങ്ങനെ ഉണ്ടായിരിക്കണം. ചില കുട്ടികളൊക്കെ കാണാം നല്ല ചിട്ടയിൽ വളർന്നിട്ട്. ഇവിടെ നാൾ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്ന് അവനിങ്ങനെ അവൻ്റെ ഡയറി ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ ഞെട്ടിപ്പോയി. അവൻ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും എഴുതിയിട്ട് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഇതൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് അവനവൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ ചൊല്ലുമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ഡിഗ്രി എന്താണ് പഠിക്കുന്നതെന്ന് കഴിച്ചപ്പോൾ അവന് അതിലൊക്കെ അവനക്ക് വിജയമുണ്ട് കേട്ടോ. അവന് ഈ ആത്മീയമായിട്ടുള്ള ഈ ഓരഞ്ചേരി നടന്നുകൊണ്ട് തന്നെ അതിലൊക്കെ അവനക്ക് നല്ലൊരു വിജയവും കാണുന്നുണ്ട്. അപ്പോൾ നല്ല രൂപത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് അവൻ്റെ
ഉമ്മാമ്മയും അവൻ്റെ ഉമ്മയും കൂടെയാണെന്ന് അവൻ ആ സമയത്ത് ഓർക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് മക്കളിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ കുട്ടിയുടെ ഹൃദയത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടായിരിക്കെ അവൻ മ്ലേച്ഛമായ സംസ്കാരങ്ങളിലേക്കോ മ്ലേച്ഛമായ സ്വഭാവ രീതികളിലേക്കോ എത്തുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വസുർരിയാത്തിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. വളരെ പവിത്രമേറിയ ദുആ ആണ് നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആകളിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് അസ്മാഉൽ ഹുസ്നയിലെ യാ ഹാദി യാ അല്ലാ യാ നൂറു യാ അല്ലാ എന്നുള്ള ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. മക്കൾ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ പെടും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.